ജനങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി ജ്യോതിഷം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. പലർക്കും അറിവില്ലായ്മയാണ് ഈ ജ്യോതിഷത്തെ മറ്റുള്ളവർ കുറ്റം പറയുന്ന പോലും അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത കുറേ വിശ്വാസികളുണ്ട്. അവർക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചൊവ്വാദോഷം. ഇത് വലിയ നാട്ടിൽ ഒരു പേരുദോഷം തന്നെ ജ്യോതിഷത്തിന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചൊവ്വാദോഷം ഉണ്ടാകൊണ്ടാണ് വിവാഹം കഴിയാതെ നിൽക്കുന്നത്. എന്താണ് ചൊവ്വാദോഷം എന്നൊക്കെ ഉള്ളത് പലർക്കും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ കലിയുഗ ജ്യോതിഷ ശാസ്ത്രത്തിൽ ചൊവ്വാദോഷം ഉണ്ടെങ്കിലും അങ്ങനെ ആരെങ്കിലും ലോകത്ത് വിവാഹം കഴിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ആചാര്യന്മാരത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമ്മളുടെ രണ്ടാമത്തെ ജാതകമാണ് ഇപ്പോൾ നമ്മൾ എഴുതി വച്ചേക്കുന്നത്. അതായത് ഒരു ജാതകം എഴുതണമെന്നുണ്ടെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന സമയം വേണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുന്ന 4 സമയം വെച്ചാണ് ഇപ്പോൾ നമ്മൾ ജാതകം എഴുതുന്നത്. മൊത്തം 5 സമയം ഉണ്ടെങ്കിലേ ജാതകം 100% ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ ശിരസ് കാണുന്ന സമയം, പൊക്കിൾ കൊടി മുറിക്കുന്ന സമയം, കാല് തറയിൽ ഊന്നുന്ന സമയം, രോദനം, ഇത് 4 ഏകദേശം ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് ബർത്ത് ടൈമായിട്ട് നമുക്കെടുക്കാം. പക്ഷെ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്നത് എവിടെയാണ്? അണ്ടവും ബീജവും തമ്മിൽ ചേരുമ്പോഴാണ് ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്നത്. ശരിക്കും നമ്മുടെ ജാതകം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് നമ്മുടെ ജാതകം എഴുതി തുടങ്ങണം. ഇൻ കേസ് ഈ സെക്കൻഡ് ജാതകത്തിൽ വിവാഹം നടക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന സമയമെടുത്ത് ജാതകം എഴുതാം. അത്യാവശ്യമാണെങ്കിൽ അത് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ആ ജാതകൻ്റെ ഹസ്തരേഖയിൽ നിന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും അത് ഗണിച്ചെടുക്കുമ്പോൾ ഒരു 10 ദിവസത്തോളം സമയം വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജാതകം എഴുതാം. ആ ജാതകത്തിൽ ചിലപ്പോൾ അയാൾക്കൊരു പ്രയാസവും കണ്ടില്ല എന്ന് വരും. അപ്പോൾ അത് നമ്മുടെ ജാതകം എഴുതുന്ന മുമ്പ് ഈ 5 സമയം വെച്ചാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ ജാതകം എഴുതേണ്ടത്. പക്ഷെ 4 സമയം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൊവ്വാദോഷമുള്ളവരോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ 9 മാസം 9 ദിവസത്തിന് മുമ്പേ അമ്മയുടെ വയറ്റിൽ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്ന സമയമുണ്ട്. അതും ജാതകമാണ്. അതാണ് ഒറിജിനൽ ജാതകം. ശരിക്കുള്ള ജാതകം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജാതകം എഴുതി വിവാഹം നടത്താം. ചൊവ്വാദോഷം കാരണം ആരും വിവാഹം കഴിക്കാതെ നിൽക്കില്ല. പിന്നെ എന്താണ് ചൊവ്വാദോഷം? അതാണ് മെയിനായിട്ടുള്ളത്. ഈ ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റുന്ന 3 ഗ്രഹങ്ങളേ ഉള്ളൂ. അതിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഇവർക്ക് മാത്രമേ മനുഷ്യനെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ഗ്രഹങ്ങൾക്കും നേരിട്ട് നമ്മളെ സ്വാധീനിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചന്ദ്രൻ നമ്മളറിയാം, ചന്ദ്രൻ്റെ ഇത് നമ്മൾ അറിയുന്നുണ്ട്. വേലിയേറ്റം, വേലിയിറക്കം. ജ്യോതിഷശാസ്ത്രത്തിൽ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു, സൂര്യൻ ശരീരത്തെ സൂചിപ്പിക്കുന്നു. സൂര്യൻ പിതൃകാരകത്തിനാണ്, ചന്ദ്രൻ മാതൃകാരകത്തിനാണ്, ഭൂമി മകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ ഈ അമാവാസി ദിവസങ്ങളിലൊക്കെ മെൻ്റൽ പ്രോബ്ലം ഉള്ളവർക്ക് കൂടുതൽ പ്രോബ്ലം വരും. അത് സയൻസും കൂടെ പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ചന്ദ്രൻ നമ്മളെ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ കുറച്ച് പ്രയാസം വരുന്ന ഒരു നക്ഷത്രങ്ങളുടെ പേര് പറയാം. അതായത് ചന്ദ്രദശയിൽ ജനിച്ച രോഹിണി, അത്തം, തിരുവോണം. പിന്നെ വന്നിട്ട് ചന്ദ്രൻ്റെ കർക്കിടക രാശിയുമായിട്ട് ബന്ധം വരുന്ന ആയില്യം, പൂയം, പുണർദം. ഇവർക്കെല്ലാം സ്വാഭാവികമായിട്ട് ഈ ദിവസങ്ങളിൽ, അമാവാസി ദിവസങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. മാനസികമായിട്ട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. 100 കണക്കിന് ആൾക്കാരെ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടേത്. കണ്ടുവരുന്നു. ആബ്സല്യൂട്ട്ലി റൈറ്റ്. സൂര്യൻ്റെ ചൂട് നമ്മളെ ഏൽക്കുന്നില്ലേ? സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ സൂര്യനും നമ്മളെ നേരിട്ട് സ്വാധീനിക്കുന്നു. പിന്നെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഭൂമിയും സ്വാധീനിക്കുന്നു. അല്ലാതെ ഒരു കുജനും വ്യാഴവും ബുധനും ഒന്നും നേരിട്ട് നമ്മളെ സ്വാധീനിപ്പിക്കാൻ പറ്റില്ല. പിന്നെ പോരാത്തതുകൊണ്ട് ഗ്രഹങ്ങൾ, ഈ 3 ഗ്രഹങ്ങളല്ല ബാക്കിയുള്ളതൊന്നും മനുഷ്യനെ നേരിട്ട് സ്വാധീനിക്കില്ല. ഈ ഇതിൻ്റെ മെറ്റീരിയൽ ഗ്രഹമാണ്. ഇപ്പോൾ മാത്സ് നമ്മൾ സംഖ്യ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 4, 3, 7 എന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. 4, 3, 8 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ചാടി നമ്മളെ നെഞ്ചി ചവിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ ഒരു ട്രാഫിക്കിൻ്റെ സിഗ്നലുകൾ കളർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞ, ചുവപ്പ്, ഇതായിട്ട് പച്ച. അപ്പോൾ മഞ്ഞ കാണുമ്പോൾ നമ്മൾ സ്ലോ ചെയ്യും, ചുവപ്പ് കാണുമ്പോൾ നമ്മൾ ബ്രേക്കിൽ ചവിട്ടി നിൽക്കാം, പച്ച കാണുമ്പോൾ നമ്മൾ പോവും. ഒരു കളറും നമ്മുടെ കാലിനെ പിടിച്ച് ബ്രേക്കിൽ ചവിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുപോലെ ജ്യോതിഷശാസ്ത്രത്തിൽ ആ മെറ്റീരിയൽ ഗ്രഹങ്ങളാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയിലുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാമെന്ന് ഒരു കാൽക്കുലേഷനാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്.
അല്ലാതെ കുജം വന്ന് നിങ്ങളെ അടിക്കുകയോ നിങ്ങളുടെ സഹോദരിയുടെ കല്യാണം മുടക്കുകയോ ചവിട്ടുകയോ ഒന്നുമില്ല. അത് ഈ നിരീശ്വരവാദികളും ഈ ശാസ്ത്രത്തെ ഭയക്കുന്നവരും ഈ ശാസ്ത്രത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതൊരു അറിവായിട്ട് കണക്കാക്കണം. എന്നിട്ട് അത് നിങ്ങൾ മറുപടി കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സയൻസ് പറയുന്നു 64 ദിവസത്തിന് കൂടുതൽ മനുഷ്യന് കുജനിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് നാസയുടെ പറച്ചിൽ കണ്ടുപിടുത്തം. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ സ്ഥിരതയില്ല. അപ്പോൾ 7-ൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ വിവാഹ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്ത്രീക്ക് ആ പുരുഷനുമായിട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോകത്തില്ല. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാരത് പറഞ്ഞു. മുള്ളർ പറഞ്ഞിട്ടുണ്ട്, ലോകമന്ധകാരത്തിൽ നിൽക്കുമ്പോൾ ഒരു വിവാഹം ആൾക്കാർ പ്രകാശലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് മുള്ളർ പറഞ്ഞു. അത് ഭാരത സംസ്കാരത്തിനെയാണ് പറഞ്ഞത്. ജ്യോതിഷം ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആയുർവേദം അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വ്യക്തമായിട്ട് അറിവുള്ളവർക്ക് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വായി തോന്നണം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് അത് ജ്യോതിഷമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ബേസ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 18 ആംഗിളാണ്. ആംഗിളുകൾ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ചൊവ്വാദോഷം അങ്ങനെ പറയാൻ ഉള്ള ഒരു ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ചൊവ്വയുടെ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് കലിയുഗം 2000-ന് ശേഷമാണെങ്കിൽ കൂടുതലും നമ്മൾ അതായത് നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് പാവസ്വാമി പൊരുത്തവും വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഗണപ്പൊരുത്തവും വേണം. ഈ 2 പൊരുത്തം വേണം. ഇപ്പോൾ പാവസ്വാമി പൊരുത്തം വേണം എന്ന് പറയാൻ കാര്യം, ഇപ്പോൾ കുടുംബജീവിതങ്ങൾ ഒരുപാട് പ്രയാസത്തിലേക്ക് പോരുന്നു. ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് പേര് ഡൈവേഴ്സ് ആവുന്നു. അപ്പോൾ ഈ പാവസ്വാമി പൊരുത്തത്തിന് വലിയൊരു ബന്ധമുണ്ട്. എന്താണ് പാവസ്വാമി പൊരുത്തം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? പാവസ്വാമി പൊരുത്തം എന്ന് പറയുന്നത് അത് വന്നിട്ട് ചന്ദ്രനാൽ, ലഗ്നാൽ, ശുക്രനാൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്ത്രീക്ക് കുറഞ്ഞിരിക്കണം, പുരുഷന് പാവം കൂടിയിരിക്കണം. ഇനി തിരിച്ചാണ് വരണമെങ്കിൽ ഇവരുടെ കിടപ്പറ ബന്ധം ശരിയാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലത്ത് ഡൈവേഴ്സിൻ്റെ മുഖ്യ കാരണങ്ങൾ സ്ത്രീകൾ പറയുന്നത് കിടപ്പറ ബന്ധം ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഡൈവേഴ്സിന് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അഡ്വക്കേറ്റുമാർ. അപ്പോൾ അവരൊക്കെ ഓരോ ഫീഡ്ബാക്ക് എനിക്ക് തരും. ഞാൻ റിസർച്ച് ചെയ്യും, അത് ശരിയാണോ, ഇത് ശാസ്ത്രവും മറ്റ് ഇപ്പോൾ ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആ വ്യക്തിക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നോ അങ്ങനെ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചതാണ്. ഓരോ നക്ഷത്രത്തിൻ്റെയും 550 പേര് ജനിക്കുന്ന കുട്ടി മുതൽ മരിക്കുന്ന വൃത്തം വരെയുള്ള അല്ലെങ്കിൽ വൃദ്ധകൾ വരെയുള്ള കാര്യങ്ങളുടെ അവരെങ്ങനെയാണ് അവരുടെ ജീവിതം പോകുന്നതെന്ന് ഞാൻ ഇറങ്ങി പഠിച്ചതാണ്. 27 നക്ഷത്രത്തിൻ്റെയും. അതുകൊണ്ടൊരു നക്ഷത്രം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ റിസ്ക് എടുത്ത് ഞാനൊരു 10-15 വർഷത്തോളം ഒരു 8 മണിക്കൂറോളം പഠിക്കുമായിരുന്നു. ഞാൻ റിലയൻസിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന 5 വർഷം കഴിഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും എൻ്റെ പ്രീ ഡിഗ്രി സമയം മുതലേ ഞാനത് വ്യക്തമായിട്ട് വായിച്ച് പഠിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കലിയുഗ ജ്യോതിഷം രൂപപ്പെടുത്തി. ഇന്നും ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്. കാരണം ഈ കിട്ടാവുന്നതിലധികം ഗ്രന്ഥങ്ങൾ വായിക്കും. ബൈബിള് മൊത്തം വായിച്ചിട്ടുണ്ട്, ഖുർആൻ വായിച്ചിട്ടുണ്ട്. കിട്ടാവുന്ന ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അത് എൻ്റെ ഒരു രീതിയാണ്. എല്ലാ മേഖലയെക്കുറിച്ചും അറിവ് നേടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്രത്തോളം പഠിക്കണം. പഠിച്ചാൽ നമുക്കത് പറയാൻ പറ്റും. അതാണ് എക്സ്പെർട്ടുകൾ. എല്ലാ മേഖലയിലും എക്സ്പെർട്ടുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഈ ചന്ദ്രനാൽ, ലഗ്നാൽ, ശുക്രനാൽ. ചന്ദ്രനാലെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ദമ്പതികൾ തമ്മിലുള്ള മനസ്സിൻ്റെ ഇതാണ് പൊരുത്തം വരണം. പിന്നെ ലഗ്നാലെന്ന് പറയുമ്പോൾ ശരീര പൊരുത്തം വരണം. പിന്നെ ശുക്രനാലെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സെക്ഷൽ ലൈഫിൻ്റെ ഇത് വരണം. ജ്യോതിഷത്തിൽ എന്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇത് ആൾക്കാരുടെ അറിവില്ലാത്തതിന് ജ്യോതിഷത്തെ ആരും കുറ്റം പറയരുത്. ജ്യോതിഷം 100% ശരി തന്നെയാണ്. ഞാൻ എല്ലാ കാര്യത്തിലും 95% പറയൂ. ജ്യോതിഷം 100% ശരിയാണ്. അത് പറയുന്നവരുടെ കുഴപ്പമാണ്. ഇപ്പോൾ ബെൻസ് വണ്ടിയാണെങ്കിലും ഓട്ടിക്കാൻ അറിഞ്ഞൂടാത്ത ഡ്രൈവറാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി വണ്ടി കത്തയാണെങ്കിലും നല്ല ഡ്രൈവറാണെങ്കിലും പ്രോബ്ലമാണ്. അപ്പോൾ അതുപോലെ ഇത് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഞാൻ പൊരുത്തം നോക്കുമ്പോൾ ഗണപ്പൊരുത്തവും പാവസ്വാമി പൊരുത്തവും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും പിന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും. ഇപ്പം നമ്മളൊക്കെ നടത്തി കൊടുത്ത വിവാഹങ്ങൾ ഒന്നും തന്നെ പരാജയമില്ല. എന്താ കാര്യം? അത് പൂർണ്ണമായിട്ടാണ്, അത് പൂർണ്ണതയോടെ. ഇപ്പോൾ പയ്യൻ്റെ സ്വഭാവം പലതും മറച്ചു വെച്ചാലും പെണ്ണിൻ്റെ സ്വഭാവം മറച്ചു വെച്ചാലും നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ഐ എം എ കൗൺസിലർ, ഞാൻ കൗൺസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവം മനസ്സിലാവുമ്പോൾ ഇവരങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു രീതി. പിന്നെ പൊരുത്തം നോക്കുന്ന സമയത്ത് ദേഷ്യമുള്ള പെൺകുട്ടിക്ക് സമാധാനമുള്ള പുരുഷനെ കെട്ടിക്കൊടുക്കും. സമാധാനമുള്ള പുരുഷൻ ദേഷ്യമുള്ള സ്ത്രീയെ കെട്ടിയാലും കുഴപ്പമില്ല, കാരണം അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് സമദശം, ദശാസന്ധി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നോക്കണ്ട എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ്. പരാജയം സംഭവിക്കാതിരുന്നാൽ അവർക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ ഈ സ്നേഹിച്ചു പോകുന്നവർ, ഇത് നോക്കാത്തവരുടെ ഒന്നും ജീവിതം പരാജയമല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒത്തിരി വിവാഹം സ്നേഹിച്ചു പോകുന്ന ഒത്തിരി പേരുടെ വിവാഹങ്ങൾ പരാജയമാണ്. അടുത്തിടെ നമ്മൾ ടി വിയിൽ കണ്ടതാണ്. 3 വർഷം സ്നേഹിച്ചു പോയ ഒരു പെൺകുട്ടിയെ ആ കോടതി വളപ്പിലിട്ട് ഭർത്താവ് അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നാത്തൂനും ഭർത്താവും കൂടെ അത് ചെയ്യുന്നു. അവരെ 3 വർഷം സ്നേഹിച്ചതാണ്, അവർ പൊരുത്തമൊന്നും നോക്കിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചിലർ വന്ന് പറയും മറ്റുള്ള ജാതിയിലുള്ളവർ അതൊന്നും നോക്കുന്നില്ലല്ലോ എന്ന്. ശരി, അത് അവരുടെ രീതി, അത് അവരുടെ സംസ്കാരം, അത് അവരുടെ ഹിന്ദു മതത്തിൽ, ഭാരത സംസ്കാരത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ പൊരുത്തം നോക്കി പോകാൻ കഴിക്കൂ. ഫെയിലുവർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയും. അല്ലാതെ നിങ്ങൾ ഈ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.